നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസോ PCOSോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരഭാരം 5 to 10% ഹെൽത്തി ആയിട്ട് കുറയ്ക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? പ്രത്യേകിച്ച് PCOSും ഇൻസുലിൻ റെസിസ്റ്റൻസും ഉള്ള സ്ത്രീകളിൽ ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ട് വെയിറ്റ് എങ്ങനെ കുറയ്ക്കണമെന്നും ഈ വെയിറ്റ് റിഡക്ഷൻ എങ്ങനെ നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യുമെന്നും വിശദമായിട്ട് പറഞ്ഞുതരാം. ഇത് സ്ത്രീകൾക്കായിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് അവയർനെസ് സീരീസിന്റെ 46ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഈ സീരീസ് മിസ്സാവാതിരിക്കാൻ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളൂ. പല സ്ത്രീകളും ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഒരു 10 കിലോ അല്ലെങ്കിൽ 15 കിലോ കുറച്ചാൽ മാത്രമല്ലേ പ്രഗ്നൻസി സക്സസ് ആവുള്ളൂ? അല്ല എന്നതാണ് ഉത്തരം. കാരണം ഹെൽത്തി ആയിട്ട് ശരീരഭാരത്തിന്റെ ഒരു 5 to 10% വരെ കുറഞ്ഞാൽ തന്നെ ശരീരത്തിൽ നല്ല മാറ്റങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഹോർമോണൽ ലെവലിലും ഫെർട്ടിലിറ്റി ലെവലിലും ഇത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. ഉദാഹരണത്തിന് ഒരു 80 കിലോ ആണ് നിങ്ങൾക്കെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു 4 മുതൽ 8 കിലോ വരെ കുറയുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിൽ നല്ല മാറ്റങ്ങൾ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇത്ര ചെറിയ വെയിറ്റ് ലോസ് പോലും ഇത്ര പ്രധാനമാകുന്നത്? ഇൻസുലിൻ ലെവൽസ് കൂടുതലുള്ളപ്പോൾ ഈ ഉയർന്ന ഇൻസുലിൻ ഓവറിയെ കൂടുതൽ ആൻഡ്രോജൻസ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ആൻഡ്രോജൻസ് കൂടുമ്പോൾ ഓവം മെച്യൂർ ആവാതിരിക്കാനും ഓവുലേഷൻ ഡിലേ ആവാനും കാരണമാവും. ഇത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഡിലേ ചെയ്യും. എന്നാൽ ഈ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ആവുന്നു. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ആവുമ്പോൾ ഓവറിയിലെ ഹോർമോണൽ ബാലൻസും ബെറ്റർ ആവും. ഓവുലേഷൻ റെഗുലർ ആവാനുള്ള ചാൻസസ് കൂട്ടുകയും ചെയ്യും. ഇത് ഫെർട്ടിലിറ്റിയെ എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. ചെറിയ വെയിറ്റ് ലോസ് അച്ചീവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസും സ്കിന്നും ഇംപ്രൂവ് ആവും. ആക്നെ കുറയും, ഹെയർ ഫോൾ കുറയും, ഫേഷ്യൽ ഹെയർ ഗ്രോത്തിന്റെ റേറ്റും കുറഞ്ഞു വരുന്നതായിട്ട് തോന്നും. കാരണം ഇവിടെ സംഭവിക്കുന്ന മാറ്റം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ആവുന്നു എന്നതുകൊണ്ടാണ്. പക്ഷെ ഒരു പ്രധാന കാര്യം, ഇവിടെയുള്ള വെയിറ്റ് ലോസ് ഒരു ക്രാഷ് ഡയറ്റ് കൊണ്ടോ പട്ടിണി കിടന്നോ ആവരുത്. ഒരു ഹെൽത്തി വെയിറ്റ് ലോസിലാണ് ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ക്രാഷ് ഡയറ്റ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാക്കുകയും സ്ട്രെസ് ഹോർമോൺസ് കൂട്ടുകയും ചെയ്യും. അത് നിങ്ങളെ ഹോർമോൺസിനെ സപ്പോർട്ട് ചെയ്യില്ല. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് വെയിറ്റ് ലോസ് വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ BMI, വേസ്റ്റ് സർക്കംഫറൻസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ലെവൽ, നിങ്ങൾക്ക് PCOS ഉണ്ടോ ഇല്ലയോ, നിങ്ങളുടെ ഓവുലേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇതെല്ലാം അസസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തീരുമാനിക്കുന്നത് എത്ര വെയിറ്റ് കുറയ്ക്കണം ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ആവാൻ എന്ന്. അടുത്ത എപ്പിസോഡിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരുടെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും നാച്ചുറൽ ആയിട്ട് പ്രഗ്നൻസി അച്ചീവ് ചെയ്യാനും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ മിസ്സാവാതിരിക്കാൻ അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ.